പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാമാണ് ഇന്ന് ഇവിടെയും തൃക്കുത്തുന്ന സെമിനാരിയിലുമായിട്ട് നടക്കുന്നത്. പരിശുദ്ധനായ പാമ്പാടി തിരുമേനി വളരെയധികം ഗുരുഭക്തിയുള്ള ഒരു വ്യക്തിത്വമായിരുന്നു. മഠത്തിലാശ്രമമൊന്നുമല്ല, സഭയിലെ തൻ്റെ ഗുരുക്കന്മാരായ എല്ലാ പിതാക്കന്മാരോടും വളരെയധികം ഭക്തിയോടും ബഹുമാനത്തോടും കൂടിയാണ് പരിശുദ്ധനായ പാമ്പാടി തിരുമേനി പെരുമാറിയിരിക്കുന്നത്. അതുതന്നെ നമുക്ക് അനുകരണീയമായ ഒരു വലിയ അനുഭവമാണ്. അതുകൊണ്ട് തന്നെയാണ് ഗുരുദർശന സ്മൃതി യാത്ര എന്നുള്ള നിലയിൽ പരിശുദ്ധനായ പാമ്പാടി തിരുമേനിക്ക് പ്രധാനമായിട്ട് 6 ഗുരുക്കന്മാരായിരുന്നു. 6 ഗുരുക്കന്മാരുടെയും കബറിടം സന്ദർശിക്കുകയും ആ ഗുരുക്കന്മാരും തിരുമേനിയും തമ്മിലുള്ള ബന്ധം എത്രമാത്രം ആഴത്തിലായിരുന്നുവെന്ന് മനസ്സിലാക്കുവാനുമായിട്ടുള്ള ഒരു യാത്രയാണ് ഈ ഗുരുദർശന സ്മൃതി യാത്ര. അങ്ങനെ കഴിഞ്ഞ 15-ാം തീയതി ഇവിടെ മീറ്റിംഗ് അറേഞ്ച് ചെയ്തിരുന്നതാണ്. സിനഡുമായിട്ട് ബന്ധപ്പെട്ട് അന്നേ ദിവസം പല അസൗകര്യങ്ങളുണ്ടായതുകൊണ്ടാണ് ഇന്നേ ദിവസം ഇവിടെ ഈ ക്രമീകരണങ്ങൾ നടത്തിയതും. ഇന്ന് ഉച്ച കഴിഞ്ഞ് തിരുമേനിയെ ഈ ഒരു വലിയ ദൗത്യത്തിലേക്ക് 14-ാം വയസ്സിൽ കൈപിടിച്ച് നടത്തിയ കടവിൽ പൗലോസ് അത്താനാസ്യോസ് തിരുമേനിയുടെ കബറിടത്തിൽ പോയി അദ്ദേഹവും തിരുമേനിയുമായിട്ടുള്ള ബന്ധവും ഒക്കെ അനുസ്മരിക്കുവാനിടയാകുന്നു. പ്രധാനമായും 18 പ്രോഗ്രാമുകളിൽ പരിശുദ്ധനായ പാമ്പാടി തിരുമേനിയുടെ ഘനകരൂപിയോടനുബന്ധിച്ച് എങ്ങനെ പ്രോഗ്രാമുകൾ നടത്തണമെന്ന് പരിശുദ്ധ ബാബാതിരുമേശ്വരനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത്, ആഘോഷമൊന്നും വേണ്ട, അർത്ഥപൂർണമായി തിരുമേനിയുടെ ജീവിതത്തെ ഭക്തജനങ്ങളിലും സഭയിലും സമൂഹത്തിലും പ്രതിഫലിപ്പിക്കത്തക്ക രീതിയിലുള്ള പ്രോഗ്രാമുകളായിരിക്കണമെന്നാണ് പ്രത്യേകമായിട്ട് ഓർപ്പിച്ചത്. അതുകൊണ്ട് തന്നെയാണ് തിരുമേനിയുടെ ചാരിറ്റി ബോധം, തിരുമേനിയുടെ കരുണ, മനസ്സിലവ്, ഈ കാര്യങ്ങളെല്ലാം കൂടെ ഉൾപ്പെടുത്തി 50 പാവപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കുക, 50 പാവപ്പെട്ട കുട്ടികളെ വിവാഹം ചെയ്തേക്കുക, 50 നിർധനരായ വിദ്യാർത്ഥികളെ പഠന സഹായം നൽകി സഹായിക്കുക എന്നുള്ളത്. അതോടനുബന്ധിച്ച് ഗുരുവന്ദനം എന്നുള്ള ഒരു പ്രോഗ്രാം തിരുമേനിയുടെ ഗുരുഭക്തിയെ പ്രതി ആ പ്രോഗ്രാമുകളൊക്കെ കഴിഞ്ഞു. തിരുമേനിയുടെ ഗുരുഭക്തിയെ നമ്മുടെ ജീവിതത്തിൽ അനുകരിക്കുവാൻ തക്കവണ്ണം പാമ്പാടി ഒരുപട മേഖല പഞ്ചായത്തിലുള്ള ജാതിമത ഭരണത്തിന്റെ എല്ലാ ഗുരുക്കന്മാരെയും പാമ്പാടി കത്തീഡ്രൽ പള്ളിയിൽ ആദരിക്കുവാനായിട്ട് ഇടയായി. അതും വലിയൊരു അനുഗ്രഹപ്രദമായ അനുഭവമായിരുന്നു. തിരുമേനിയുടെ പുസ്തകം എഴുതിയ വ്യക്തികളെ പാമ്പാടി KG കോളേജിൽ വിളിച്ച് ആദരിക്കാനായിട്ട് ഇടയായി. അതിനുശേഷം സഭയിലും സമൂഹത്തിലും ഗുരുതുല്യരായ യോശുവാച്ചനെ പോലെയും KM പോലെയും അതുപോലെ തന്നെ ആതുര ശുശ്രൂഷയിൽ വലിയ സംഭാവനകൾ നൽകിയിട്ടുള്ളവരെയും ഒക്കെ പാമ്പാടി നേരായി വെച്ചും ഗുരുവന്ദന പ്രോഗ്രാം എന്ന് പറഞ്ഞ് ആദരിക്കുവാനും അവരുടെ മുൻപിൽ ശിരസ് നമിക്കുവാനും ഇടയായി. വീണ്ടും തിരുമേനിയെ കുറിച്ച് കേരളത്തിലും പുറത്തുമുള്ള എല്ലാ പ്രധാന പട്ടണങ്ങളിലും ഒരു സിംപോസിയം അറേഞ്ച് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിൽ അങ്ങനെ ഓരോന്നിനും ഓരോ കമ്മിറ്റികളുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. വീണ്ടും സഭയിലെ എല്ലാ വൈദികരെയും ദയവായി വരുത്തി പരിശുദ്ധനായ പാമ്പാടി തിരുമേനിയുടെ തിരുമേനിയിലെ വൈദികരെ വൈദികരോട് പ്രതിഫലിപ്പിക്കുവാൻ വേണ്ടിയായി അത് കഴിഞ്ഞ 20-ാം തീയതി അഖില മലങ്കര വൈദിക സമ്മേളനം ഏറ്റവും അനുഗ്രഹപ്രദമായിട്ട് നടത്തുവാൻ കഴിഞ്ഞു. വന്ന വൈദികരെല്ലാം തിരുമേനിയെ പരിപൂർണമായി ഉൾക്കൊണ്ടു. അവിടെയും ക്ലാസ് എടുത്തത് അഭിമന്യനായ ഐറേനിയസ് തിരുമേനിയും വന്യ ജേക്കബ് അച്ഛനുമായിരുന്നു. ആ പ്രോഗ്രാം കഴിഞ്ഞ് എല്ലാ വൈദികരും ഒരു 100-150 വൈദികര് പരിശുദ്ധനായ പാമ്പാടി തിരുമേനിയെ കുറിച്ച് അറിയില്ലായിരുന്നു. ഇപ്പോൾ അറിഞ്ഞത് വലിയൊരു അനുഗ്രഹമായി.
തുടർന്നും തിരുമേനിയുടെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിക്കുന്നതാണ് എന്ന് പറഞ്ഞു വിളിക്കുവാനായിട്ടിടയായി. അങ്ങനെ ഏറ്റവും അനുഗ്രഹപ്രദമായിട്ട് നടത്തുവാനായിട്ട് കഴിഞ്ഞു. തിരുമേനിയുടെ കുടുംബത്തിലെ അംഗങ്ങളും അതുപോലെ തന്നെ തിരുമേനിയുടെ ശിഷ്യന്മാരുടെ കുടുംബങ്ങളും തിരുമേനിയിൽ നിന്ന് കൗതാശികമായ അനുഭവങ്ങൾ സ്വീകരിച്ചിട്ടുള്ളവരുടെയും ഒക്കെ ഒരു സംഗമം കഴിഞ്ഞ 18-ാം തീയതി ഒക്ടോബർ മാസം 18-ാം തീയതി നടത്തുവാനായിട്ടിടയായി. ഇങ്ങനെ തിരുമേനിയുടെ ജീവിതത്തിലെ എല്ലാ അനുഭവങ്ങളും, പ്രത്യേകിച്ച് മിനിഞ്ഞാന്ന് കഴിഞ്ഞ ബുധനാഴ്ച ഹിലാരി വെച്ച് അഭിമന്യ സ്തെഫാനോസ് മാർ ദേവദാസ് തിരുമേനിയുടെ ഓർമ്മയോടനുബന്ധിച്ച് അവിടെയുള്ള എല്ലാ വൈദികരും 100ഓളം സെമിനാരി വിദ്യാർത്ഥികളും ആ ഭദ്രാസനത്തിലെ അധ്യാപക സംഘടനാ പ്രതിനിധികളും എല്ലാവരും ഉൾപ്പെടുന്ന ഒരു സമൂഹത്തിൽ 1 മണിക്കൂർ സമയം പരിശുദ്ധനായ പമ്പാല തിരുമേനിയെ കുറിച്ച് ഒരു ജീവ ചരിത്ര അനുഭവങ്ങൾ ഒന്ന് വിവരിച്ചു കഴിഞ്ഞപ്പോൾ ആ 1 മണിക്കൂർ സമയവും അവരെല്ലാവരും തിരുമേനിയുടെ ജീവിതത്തിലെ മഹത്വത്തെ കുറിച്ച് ഓർത്ത് കരയുവാൻ, പിന്നീട് അനേകർ വന്ന് ഇങ്ങനെയും ഒരു തിരുമേനി ജീവിച്ചിരുന്നു എന്ന് ചോദിക്കുവാൻ വേണ്ടിയായി. അങ്ങനെ തിരുമേനിയുടെ ചരമകനക ജൂബിലി, തിരുമേനിയുടെ ജീവിതം ആധ്യാത്മിക തലത്തിലും മാനുഷിക തലത്തിലും എല്ലാ തലത്തിലും അനുകരണീയമാണ്. അങ്ങനെ ഓരോ തലങ്ങളെയും മനസ്സിലാക്കുവാനും അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും ഒക്കെ ഇടയാകുന്ന അനുഭവങ്ങളാണ് ഈ ജൂബിലി പ്രോഗ്രാമിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നും ഏറ്റവും അനുഗ്രഹപ്രദമായി അത് നടക്കുവാൻ ഇടയാകുന്നു. ഇത്രയും പേര് ഒരുമിച്ചിവിടെ വരുവാൻ ഇടയായിരുന്നു. പ്രത്യേകിച്ച് തിരുമേനിയുടെ ഗുരുക്കന്മാരിൽ ഒരാളായ പരിശുദ്ധ ബാബാ തിരുമേനി ആണ് തിരുമേനിയെ വൈദിക പദവിയിലേക്കും പിറ്റേ ദിവസം റംബാൻ പദവിയിലേക്കും ഒക്കെ കൈപിടിച്ചുയർത്തുവാനായിട്ടിടയായി. മലങ്കര സഭയിൽ വൈദികനായിട്ട് കുർബാന ചൊല്ലുവാൻ ഇടയാകാഞ്ഞ ഏക വ്യക്തി പരിശുദ്ധനായ ബാബാ തിരുമേനി. അതായത് 1906 ജൂലൈ 28-ാം തീയതി പരിശുദ്ധ ബാബാ തിരുമേനി കുറിയാക്കോസ് റംബാച്ചനെ കുറിയാക്കോസ് ഷമ്മാസിനെ കുറിയാക്കോസ് എന്ന പേരിൽ വൈദികനാക്കി. കേവലം 21 വയസ്സ് മാത്രമുള്ളപ്പോൾ പരിശുദ്ധനായ ബാബാ തിരുമേനിയിലുള്ള ദൈവികതയും പക്വതയും മനസ്സിലാക്കിയാണ് പരിശുദ്ധ ബാബാ തിരുമേനി പിറ്റേ ദിവസം തന്നെ റംബാൻ പദവിയിലേക്ക് ഉയർത്തിയത്. അതിന്റെ പിറ്റേന്ന് ജൂലൈ മാസം 30-ാം തീയതി കുറിയാക്കോസ് റംബാച്ചനാണ് കുർബാന ചൊല്ലിയത്. അതുകൊണ്ട് വൈദികനായിട്ട് കുർബാന ചൊല്ലാത്ത ഏക വ്യക്തിത്വം പരിശുദ്ധനായ ബാബാ തിരുമേനിയാണ്. തിരുമേനിയുടെ ജീവിതത്തിലെ പ്രത്യേകതകളെല്ലാം നമുക്കറിയാം. ജനിച്ചതും മരിച്ചതും ഒരു ദിവസമാണ്. അതുപോലെ തന്നെ താൻ മരിക്കുന്ന നിമിഷം താൻ ഉപയോഗിച്ചിരുന്ന വാച്ച് നിശ്ചലമായി പോയി. അങ്ങനെ പല കാര്യങ്ങളും പ്രകൃതിയുമായിട്ടും അതുപോലെ തന്നെ സഭയുമായിട്ടും വേദനിക്കുന്നവരുമായിട്ടും ഒക്കെ തിരുമേനിയുടെ ഒരു താതാത്മ്യപ്പെടൽ നമുക്ക് അനുകരണീയമായ അനുഭവമാണ്. ഞാൻ കൂടുതലായിട്ട് സമയം എടുക്കുന്നില്ല, വാക്കുകൾ ചുരുക്കുന്നു. ഇത്രയും അനുഗ്രഹപ്രദമായ നിലയിൽ ഈ ഇങ്ങനെയൊരു മീറ്റിംഗ് സംഘടിപ്പിക്കുവാൻ വന്യ പരമ്പരയുടെ അച്ഛനും ഇവിടെ ഈ ഭദ്രാസനത്തിലെ എല്ലാ വൈദികരും ഇവിടെ വന്നുചേർന്നതും ക്രമീകരണങ്ങളൊക്കെ നടത്തിയതും പ്രത്യേകമായിട്ട് പരിശുദ്ധനായ ബാബാ തിരുമേനിയോടുള്ള ഭയഭക്തി ബഹുമാനത്തിന്റെ ഒരു പ്രതിഫലനം കൂടിയാണ്. അച്ഛനോട് പറഞ്ഞു വളരെയധികം സന്തോഷത്തോടെ അച്ഛൻ അക്കാര്യം ഓർമ്മിച്ചു. പരിശുദ്ധനായ ബാബാ തിരുമേനിയും പരിശുദ്ധ ബാബാ തിരുമേനിയും തമ്മിലുള്ള ബന്ധം അങ്ങനെ തിരുമേനിയുടെ ജീവിതത്തിലെ എല്ലാ തലങ്ങളെയും കണ്ടെത്തുവാൻ തക്കവണ്ണം ഈ ഗുരുദർശന സ്മൃതി യാത്ര ഇടയാകട്ടെ എന്ന് കൃത്യമായിട്ട് ആശംസിച്ചുകൊണ്ട് പ്രത്യേകിച്ച് വന്നേറുന്ന അഭിമന്യ തിരുമേനിയോട് ബഹുമാനപ്പെട്ട രജീശ്വരി സാറിനോടൊക്കെ അതുപോലെ തന്നെ ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞുകൊണ്ടും എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം